ഹായ് ഓൾ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ കൺട്രോളേഴ്സ് എന്താണ്, മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ തന്നെ 8051 മൈക്രോ കൺട്രോളറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ആർക്കിടെക്ചർ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിക് സിസ്റ്റം ആണ്. അതിനകത്ത് ഒരു പ്രോസസ്സിംഗ് എലമെൻ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെമ്മറി, റാം, റോം, റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി, ഇപ്രോം തുടങ്ങിയ മെമ്മറീസ് ഉണ്ടായിരിക്കും. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ഉണ്ടാകും. ഇതെല്ലാം ഒരു സിംഗിൾ ചിപ്പിൽ തന്നെ ആയിരിക്കും. ദെൻ നമുക്ക് മെയിൻ ഡിഫറൻസ് ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPU, അതായത് പ്രോസസ്സിംഗ് എലമെന്റ് ഒരു ചിപ്പിലായിരിക്കും. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട്, സീരിയൽ ഇന്റർഫേസ്, മെമ്മറി, ടൈമേഴ്സ് ഇത് നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്യണം. പക്ഷേ മൈക്രോ കൺട്രോളറിലാണെങ്കിൽ ഒരു സെയിം ചിപ്പിൽ തന്നെയായിരിക്കും പ്രോസസ്സിംഗ് എലമെന്റ് ആയ CPU, റാൻഡം ആക്സസ് മെമ്മറി, മെമ്മറീസും ഇൻപുട്ട് ഔട്ട്പുട്ടും എല്ലാം ഒരു സെയിം ചിപ്പിൽ തന്നെയായിരിക്കും. അതാണ് മെയിൻ ഡിഫറൻസ് മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ അടുത്തതായിട്ട് നമ്മൾ മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നോക്കുന്നത്. ആപ്ലിക്കേഷൻസ് നോക്കുവാണെങ്കിൽ മൈക്രോ പ്രോസസ്സർ നമ്മൾ യൂസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ഡാറ്റ പ്രോസസ്സിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്. വീഡിയോ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വിഷൻ, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻസ്, മൾട്ടി കോർ കമ്പ്യൂട്ടേഷൻസ് ഇതിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോ കൺട്രോളർ ആണെങ്കിൽ എംബഡഡ് ഡിവൈസസ്, കൺട്രോൾ സിസ്റ്റംസ്, സ്മാർട്ട് ഫോൺസ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് തുടങ്ങിയവയിലാണ് നമ്മൾ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത്. ദെൻ പ്രോസസ്സിംഗ് പവറിനെ കുറിച്ച് പറയുവാണെങ്കിൽ മൈക്രോ പ്രോസസ്സറിനായിരിക്കും പ്രോസസ്സിംഗ് പവർ കൂടുതൽ. മൈക്രോ കൺട്രോളറിനെ വെച്ച് നോക്കുമ്പോൾ മൈക്രോ പ്രോസസ്സറിനായിരിക്കും പ്രോസസ്സിംഗ് പവർ കൂടുതൽ. മെമ്മറി നമ്മൾ കുറച്ച് തൊട്ട് മുമ്പ് കണ്ട ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്യണം. മൈക്രോ കൺട്രോളറിലാണെങ്കിൽ അത് ഇന്റേണലി ഉണ്ടാകും. ദെൻ പവർ കൺസപ്ഷൻ ആണെങ്കിൽ മൈക്രോ പ്രോസസ്സറിൽ കൂടുതലായിരിക്കും, കൺട്രോളറിൽ അത് കുറവായിരിക്കും. സൈസ് മൈക്രോ പ്രോസസ്സർ ലാർജർ, മൈക്രോ കൺട്രോളർ സ്മോളർ. കാരണം മൈക്രോ കൺട്രോളർ സെയിം ചിപ്പിൽ തന്നെയായിരിക്കും. പക്ഷേ മൈക്രോ പ്രോസസ്സറിലാണെങ്കിൽ നമുക്ക് മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട്സ് എക്സ്റ്റേണലി നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരും. ദെൻ പ്രൈസ് നോക്കുവാണെങ്കിൽ മൈക്രോ പ്രോസസ്സർ എക്സ്പെൻസീവ് ആയിരിക്കും, മൈക്രോ കൺട്രോളർ ആണെങ്കിൽ അത് ചീപ്പർ ആയിരിക്കും. ഇൻപുട്ട് ഔട്ട്പുട്ട് ആണെങ്കിൽ എക്സ്റ്റേണൽ പെരിഫറൽസ് വിത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ആവശ്യമുണ്ട് മൈക്രോ പ്രോസസ്സറിലാണെങ്കിൽ. മൈക്രോ കൺട്രോളറിലാണെങ്കിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ ആൻഡ് അനലോഗ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് അവൈലബിൾ ആയിരിക്കും. അടുത്തതായിട്ട് ഫീച്ചേഴ്സ് ഓഫ് 8051 ആണ്. 8051 നമുക്കറിയാം 8-bit മൈക്രോ കൺട്രോളർ ആണ്. അതിൽ 4 KB റോം റീഡ് ഓൺലി മെമ്മറി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 128 bytes റാൻഡം ആക്സസ് മെമ്മറി ഉണ്ടാവും. റീഡ് ഓൺലി മെമ്മറിനെ പറയുന്ന വേറൊരു പേരാണ് കോഡ് മെമ്മറി അഥവാ പ്രോഗ്രാം മെമ്മറി. നമുക്ക് പ്രോഗ്രാം അഥവാ കോഡ് നമുക്ക് സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി. ദെൻ റാൻഡം ആക്സസ് മെമ്മറിനെ പറയുന്ന വേറൊരു പേരാണ് ഡേറ്റ മെമ്മറി. നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി. അപ്പോൾ 4 KB റോമും 128 bytes റാമും 8051 അവൈലബിൾ ആയിരിക്കും, ഇന്റേണലി അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അതിൽ 8 ബിറ്റിൻ്റെ വീതം 4 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ഉണ്ടായിരിക്കും. 2 8 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റിൻ്റെ വീതം ടൈമേഴ്സ് ഉണ്ടായിരിക്കും. സീരിയൽ പോർട്ട് ഉണ്ടാകും. ഇനി നമുക്ക് 4 KB റോം 4 KB റോമിൽ നമ്മൾ പ്രോഗ്രാം അഥവാ കോഡ് സ്റ്റോർ ചെയ്യുന്നു. അതിൽ കൂടുതൽ മെമ്മറി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ 64 KB എക്സ്റ്റേണൽ കോഡ് മെമ്മറി സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 128 bytes റാം കൂടാതെ തന്നെ 64 KB ഡേറ്റ മെമ്മറി സ്പേസ് നമുക്ക് കൊടുക്കാനും പറ്റും. ദെൻ ഇൻറപ്റ്റ് സോഴ്സസ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻറപ്റ്റ് സോഴ്സസും ഇതിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നതാണ്. 8051 ഫീച്ചേഴ്സിൽ വരുന്നതാണ്. 8051 5 ഇൻറപ്റ്റ് ആണുള്ളത്. എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻറപ്റ്റ് 0, എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻറപ്റ്റ് 1, അതുപോലെ തന്നെ ടൈമർ 0 ഇൻറപ്റ്റ്, ടൈമർ 1 ഇൻറപ്റ്റ്, സീരിയൽ പോർട്ട് ഇൻറപ്റ്റ്. ഇങ്ങനെ 5 ഇൻറപ്റ്റ് സോഴ്സസ് ഉണ്ട് 8051.
Then ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8051 അഥവാ ആർക്കിടെക്ചർ ഓഫ് 8051. ഇതിൽ മെയിൻ ആയിട്ടും പ്രോസസ്സിംഗ് എലമെന്റ് CPU ഉണ്ട്. അതുപോലെ ഇൻട്രപ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് ഇൻട്രപ്റ്റ് കൺട്രോൾ. ദെൻ ഓസിലേറ്റർ ഉണ്ട്. ഓസിലേറ്റർ നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ടൈമേഴ്സ് ഒക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് ക്ലോക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ക്ലോക്ക് ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ട് യൂണിറ്റ് ആണ് ഓസിലേറ്റർ. ദെൻ അത് കൂടാതെ തന്നെ 4K ബൈറ്റ്സ് റോം ഉണ്ട്, 128 ബൈറ്റ്സ് റാം ഉണ്ട്, പിന്നെ ടൈമർ ഉണ്ട്. ടൈമർ നമുക്ക് കൗണ്ടർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ബസ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. 8 ബിറ്റിന്റെ വീതം 4 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ഉണ്ട്, ഒരു സീരിയൽ പോർട്ട് യൂണിറ്റും ഉണ്ട്. അപ്പോൾ ഈ യൂണിറ്റ്സിനെയൊക്കെ അങ്ങോട്ട് CPU കണക്ട് ചെയ്യുന്നത് നമ്മൾ ബസ് വഴിയാണ്. ഇനി നമുക്ക് ഓരോ ബ്ലോക്ക് ഡയഗ്രാം ഈ ബ്ലോക്ക് ഡയഗ്രത്തിലെ ഓരോ ബ്ലോക്സും നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് CPU. CPU-ൽ മെയിൻ ആയിട്ട് നമുക്കറിയാം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതിൽ അരിതമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റും ഉണ്ടാകും, കൺട്രോൾ യൂണിറ്റ്സ് ഉണ്ടാകും. അരിതമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്സ് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് ലോജിക്കൽ ആൻഡ് ഓർ എക്സെട്ര തുടങ്ങിയ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സാധാരണയായിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ട് റിസൾട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അക്യുമുലേറ്റർ രജിസ്റ്ററിലായിരിക്കും, അല്ലെങ്കിൽ ബി രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ R0 തൊട്ട് R7 വരെയുള്ള ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ദെൻ ഓസിലേറ്റർ ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ടും ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓസിലേറ്റർ ഉപയോഗിക്കുന്നത്. മൈക്രോ കൺട്രോളർ ഒരു ഡിജിറ്റൽ സർക്യൂട്ട് ആണ്. സോ അതിന് നമുക്ക് ടൈമർ ആവശ്യമുണ്ട്. ടൈമർ വർക്ക് ചെയ്യാൻ ക്ലോക്ക് ആവശ്യമുണ്ട്. അത് ജനറേറ്റ് ചെയ്യുന്നത് ഓസിലേറ്റർ ആയിരിക്കും. ഓസിലേറ്റർ നമുക്ക് ഓൺ ചിപ്പ് ഓസിലേറ്റർ ഉണ്ട്, അതുപോലെ എക്സ്റ്റേണലി കണക്റ്റഡ് ഓസിലേറ്റർ യൂസ് ചെയ്യാനും പറ്റും. അടുത്തത് ഇൻട്രപ്റ്റ് കൺട്രോൾ ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ 5 ഇൻട്രപ്റ്റുകളാണ് ഉള്ളത് 8051-ൽ. ഈ ഇൻട്രപ്റ്റ് കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഇൻട്രപ്റ്റ് കൺട്രോൾ യൂണിറ്റ്. ചില ഇൻട്രപ്റ്റ് നമുക്ക് അലൗഡ് ആണ്, അതുപോലെ തന്നെ ചില ഇൻട്രപ്റ്റ് നമുക്ക് ഡിസേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ ഇൻട്രപ്റ്റിനും ഇപ്പോൾ ഒന്നിലധികം ഇൻട്രപ്റ്റ് അറ്റ് എ ടൈം വരുവാണെങ്കിൽ ഇൻട്രപ്റ്റിന് പ്രയോറിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രയോറിറ്റി അസൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഏത് ഇൻട്രപ്റ്റിനെയാണ് അലൗ ചെയ്യുന്നതും തുടങ്ങിയ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഇൻട്രപ്റ്റ് കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. അടുത്തത് ബസ് കൺട്രോൾ യൂണിറ്റ്. 8051-ൽ നമുക്ക് 2 ടൈപ്പ് ബസ് ഉണ്ട്. ഡേറ്റ ബസ് ഉണ്ട്. ഡേറ്റ ബസ്സിന്റെ വിഡ്ത്ത് 8 ബിറ്റ്സ് ആണ്, അതുപോലെ അഡ്രസ് ബസ് 16 ബിറ്റ്സ് ആണ്. ഈ ബസ് യൂസേജ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബസ് കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. അടുത്തതായിട്ട് ഓൺ ചിപ്പ് റോം. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു 8051-ന് 4 കിലോബൈറ്റ്സ് ഇൻബിൽറ്റ് റോം ഉണ്ട്. ഈ റോമിനെ റീഡ് ഓൺലി മെമ്മറിനെ പറയുന്ന വേറൊരു പേരാണ് പ്രോഗ്രാം മെമ്മറി. പ്രോഗ്രാം അഥവാ കോഡ് സ്റ്റോർ ചെയ്യുന്നത് ഈ റീഡ് ഓൺലി മെമ്മറിയിലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമർ ആവശ്യമുണ്ട്. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് വഴിയാണ് നമുക്ക് പ്രോഗ്രാം അഥവാ കോഡ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലധികം സ്പേസ് ആവശ്യമായി വരുവാണെങ്കിൽ നമുക്ക് 64 കിലോബൈറ്റ്സ് എക്സ്റ്റേണൽ ആയിട്ടുള്ള റോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓൺ ചിപ്പ് റാം 8051-ന് 128 ബൈറ്റ്സ് റാം ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. ചില വേർഷൻസിലൊക്കെ 256 ബൈറ്റ്സ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ റാമിനെ പറയുന്ന വേറൊരു പേരാണ് ഡേറ്റ മെമ്മറി. ഈ ഡേറ്റ മെമ്മറി നമുക്ക് ഈ 128 ബൈറ്റ്സ് ഇൻബിൽറ്റ് റാം ഉണ്ട്. അതിൽ കൂടുതൽ ആവശ്യം ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട വരുവാണെങ്കിൽ നമുക്ക് 64 കിലോബൈറ്റ്സ് എക്സ്റ്റേണൽ റാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത യൂണിറ്റ് ആണ് സീരിയൽ പോർട്ട്. സീരിയൽ പോർട്ട് നമ്മൾ പോർട്ട് 3-ലാണ് ഈ TXT RXT പിൻസ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ട്രാൻസ്മിഷൻ പിന്നും റിസപ്ഷൻ പിന്നും. ഡേറ്റ സീരിയലി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ TXT പിൻ യൂസ് ചെയ്യും. ഡേറ്റ സീരിയലി റിസീവ് ചെയ്യാൻ RXT പിന്ന് യൂസ് ചെയ്യും. ദെൻ ടൈമർ ബാർ കൗണ്ടർ. 2 ടൈപ്പ് ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ ആണ് 8051-ലുള്ളത്. അത് നമ്മൾ നെയിം ചെയ്യുന്നത് ടൈമർ 0 ഓർ കൗണ്ടർ 0, പിന്നെ ടൈമർ 1 ഓർ കൗണ്ടർ 1 അങ്ങനെയായിരിക്കും. ഇനി ഇത് ഓരോന്നും നമുക്ക് ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ടൈമറിന് ഉപയോഗിക്കുന്ന രജിസ്റ്റർ 16 ബിറ്റ് ടൈമർ രജിസ്റ്റർ ആയിരിക്കും.
ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് 8051-ന് 4 പാരലൽ പോർട്സ് ഉണ്ടാകും 8 ബിറ്റിന്റെ വീതം. അങ്ങനെ ടോട്ടലി 32 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് അവൈലബിൾ ആയിരിക്കും. ഈ 4 പോർട്സും ബൈഡയറക്ഷനിലായിരിക്കും. നമുക്കത് ബൈഡയറക്ഷണൽ മീൻസ് നമുക്കത് ഒന്നെങ്കിൽ ഇൻപുട്ട് ആയിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് 8051-ന്റെ ആർക്കിടെക്ചർ.